ഹലോ ഗേസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ബ്രദറിൻ്റെ മെഷീനാണ്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും അതിൻ്റെ നൂലിടുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആളൊന്നുമില്ലെങ്കിലും കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നൂലൊക്കെ ഇടുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണെന്നുള്ളതൊന്നും കാണിച്ചു തരുമോ എന്നുള്ളത് വീഡിയോയിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും ലാസ്റ്റ് നൂലൊക്കെ ഇട്ട് കഴിഞ്ഞ് സ്റ്റിച്ചിങ് വരെയുള്ള വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിലോട്ടേക്ക് കിടക്കാം. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രദറിൻ്റെ മെഷീന്. ഇത് വാങ്ങിയിട്ട് കുറച്ചധികമായി, ഞാനൊരു 5 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും ഞാൻ ഈ മെഷീൻ വാങ്ങിയിട്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഈ ടേബിൾ ടോപ്പ് മെഷീനിൽ നിന്നാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് യാതൊരു നഷ്ടവും വരുന്നില്ല. നമ്മളെ ഡ്രസ്സായിക്കോട്ടെ, പുറത്ത് ഡ്രസ്സ് അടിച്ച് കൊടുക്കാനൊക്കെ നമുക്കിതുകൊണ്ട് പറ്റും. നമ്മൾ വിചാരിക്കും ഇത് വാങ്ങിയാൽ പെട്ടെന്ന് പോയി അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ ഇത് നമുക്ക് പല രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് വേണ്ടത് ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഇങ്ങനെ 3-ലാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ഇത് വേണ്ടത് ഇങ്ങനെ 4-ൽ, കറക്റ്റ് 4-ലാണ് ഇത് വേണ്ടത്. ഇത് 3.5-ലാണ് ഇത് വേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റിലുള്ളത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല, ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ മെഷീൻ്റെ ഞാനിപ്പോൾ വാങ്ങിച്ച ഈ ഒരു ബ്രദറിൻ്റെ ഈ ഒരു മെഷീൻ്റെത് ഇതിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെയാണ് വരുന്നത്. കുറച്ചധികമായി ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്നാലും ഞാൻ മുന്നേ വിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 വർഷം, എന്തായാലും 5 വർഷത്തിന് മേലെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഓയിലും കാര്യങ്ങളൊന്നും അല്ല ഇടേണ്ടത്. 2 വർഷം കൂടുമ്പോൾ ഒന്ന് സർവീസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇതവിടെ 2.5 ആണ് ഇവിടെ വേണ്ടത്. നെക്സ്റ്റ് ഇതിവിടെ 4-ൽ, ഇവിടെ ഇതാ ഇങ്ങനെ 3-ൽ വെച്ച് കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് നൂലിടുന്നതാണ്. നൂലിടാൻ വേണ്ടിയിട്ടുള്ള ഇവിടെയാണ് നമ്മൾ നൂലിട്ട് കൊടുക്കുക. ഈ ഒരു ഇങ്ങനെയുണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ നൂലിട്ട് കൊടുക്കുക. ഇത് നമ്മളെ ഉള്ളിലുള്ള ബോബിൻ കേസിന് നൂലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. ഇത് ഞാൻ നൂലിട്ടിട്ട് ബോബിൻ കേസിൽ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം കുറച്ചും കൂടെ മനസ്സിലാവും. ഇനി അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നൂലിടുന്ന ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നൂലിടുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് നേർത്ത് വെച്ച് ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് നൂലിടുക. ഇവിടെ നൂലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ നൂലിട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇതിൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിക്കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ 1 കാണും. ഈ ഒരു ഏറോ മാർക്കിൻ്റെ അടുത്ത് ഇവിടെ 1 കാണും. ആ ഒരു 1-ൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിവിടെ ഇങ്ങനെ 1-ലിട്ട് നമ്മളിങ്ങനെ താത്തി ഇതവിടെ 2 ഇങ്ങനെയാണ്. 2-ൽ ഇങ്ങനെ വന്നു. ഇവിടെ ഒരു ഏറോ മാർക്ക് കാണുന്നുണ്ട്, അത് 3 ആണ്. അത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിക്കൂടെ എടുത്തിട്ട് ഇങ്ങനെ വരണം. ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഇടുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പൊന്തിക്കുകയും ഇങ്ങനെ താവുകയും ചെയ്യുന്ന ഇതുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലായിരിക്കണം നൂലിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിക്കൂടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ടൈറ്റായ രീതിയിൽ ഇങ്ങനെ വരണം. ഇവിടെ 4 കണ്ടോ, ഇവിടെ 4 ഉണ്ട്. അപ്പം ഇങ്ങനെ ഉള്ളിക്കൂടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ താഴെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്കിതാ ഇവിടെയും കൂടി ഇടണം. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെയും കൂടി ഇട്ട് കൊടുക്കണം. ഇവിടെയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് സൂചിന മോൾ ഇടുന്നത്. സൂചിന മോൾ ഇടുന്നത് നമുക്കിതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ നമുക്കിതിൽ ലൈറ്റ് വരും. എന്നിട്ട് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടുത്തത് ഇതാണ് ഇതിൻ്റെ വയറൊക്കെ വരുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് സെറ്റ് ചെയ്യാം. വയറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇപ്പം എല്ലാ മെഷീനും ഇങ്ങനെ ആയിരിക്കില്ല, പലതും പല മോഡലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരോ മെഷീനായിട്ട്. അപ്പോൾ ഇത് ഈ ഒരു ഇവിടെ ഉണ്ടല്ലോ, ഇതിവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇതിവിടെ നല്ല ഫിറ്റാക്കിയിട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വയറിൽ കുത്തി കൊടുക്കുക. ഇത് ഇങ്ങനത്തെ ആകുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. നമ്മളെ 3 പിന്നൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലായിടത്തും കുത്തണം. ഇപ്പോഴത്തെ പ്ലഗിലൊക്കെ കുത്താൻ പറ്റുമായിരിക്കും, പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു പ്ലഗിൽ ഇതിങ്ങനെ കുത്തിയിട്ട് സ്വിച്ച് ഇട്ട് കൊടുക്കുക. ഇതിവിടെ സ്വിച്ച് ഇടണം. ഓക്കെ, ഇതിവിടെ ചിന്ന മുകളിലത് ഈ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈറ്റ് കത്തി, ഇവിടെ ഇങ്ങനെ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നൂലിട്ട് കൊടുക്കാം. നമ്മൾ നൂലിടുന്നത് വരെ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെയും കൂടെ ഇട്ടിങ്ങനെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി നൂലും കൂടെ ഇട്ടിട്ട് ബാക്കി നോക്കാം. നമ്മൾ സാധാരണ മെഷീൻ്റെ സൂചി ഇടുന്നത് ഇങ്ങനെ സൈഡിലേക്കായിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ സെൻറ്ററിലേക്കാണുള്ളത് കണ്ടോ. ഇതിങ്ങനെ ഈ ഒരു സെൻറ്ററിൽ കണ്ടോ, ഇങ്ങനെ സെൻറ്ററിലേക്കാണ് നൂലിടുന്നത് ഉണ്ടാവുക. മറ്റേത് സൈഡിലേക്കാണ്. നമ്മൾ സാധാ മെഷീനൊക്കെ സൈഡിലാണ് ഉണ്ടാവാറ്. ഇതിങ്ങനെ സെൻറ്ററിലാണ് നൂലിടുന്നത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നൂലിട്ടിട്ട് നമുക്ക് എന്താക്കാം, നൂലിടുന്ന പാർട്ട് നമ്മളത് കഴിഞ്ഞു. ഇനി നമുക്ക്
നെക്സ്റ്റ് എന്താക്കണം, ബോബിൻ കേസ് വേണമല്ലോ. അപ്പോൾ ബോബിൻ കേസ് ഇടുന്നൊരു ഭാഗം ഇതാണ്, ഇവിടെയാണ്. മറ്റേ മെഷീൻ്റെ ഒക്കെ നമ്മൾ ഇവിടെയൊക്കെയാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണാറുണ്ട്, അല്ലാതെ ഇവിടെ തന്നെ ബോബിൻ കേസ് എന്നുള്ള രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ബോബിൻ കേസ്. അപ്പോൾ ഇതിൽ നൂല് ചുരുത്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബോബിൻ കേസ് ഇടുന്ന സ്പേസ് ഇവിടെയാണ് വരുന്നത്. മറ്റേ എല്ലാം പല മോഡലായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഈ ബ്രദറിൻ്റെ മെഷീൻ്റെ ബോബിൻ കേസ് ഇടുന്നത് ഇവിടെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നൂലിടുന്ന ഈ ഒരു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയുണ്ട് ബോബിൻ കേസ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരിത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയാണ് നമുക്ക് നൂലിടാൻ വേണ്ടിയിട്ട്, ഇവിടെയാണ് നൂലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുക. നൂലിടാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സെയിം നൂല് നമ്മുടെ അടുത്തൊരു 2 ഉണ്ടായിരിക്കണം. അപ്പം നമുക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നൂലൊക്കെ തീരുമ്പോൾ എന്ത് ചെയ്യണം, ഈ നൂലിങ്ങനെ ഇവിടെ എടുത്ത് ഇങ്ങനെ ഇവിടെ ഈ സൈഡിലോട്ടേക്ക് ഈ സൈഡിലോട്ടേക്ക് ഇങ്ങനെ ഇവിടെ നമുക്ക് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം നൂല് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ബോബിൻ കേസിൽ ഇവിടെ നമുക്ക് നൂല് ചുറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നൂല് മൊത്തം അയച്ചിട്ട് ഇങ്ങനെ മൊത്തം അയച്ചിട്ട് നമ്മൾ ചുറ്റുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്ററാണ്. ഇവിടെ നമ്മളുള്ള ഈ ഒരു 2 നൂലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് നൂലെടുത്ത് ഇവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ബോബിൻ കേസിൻ്റെ മുകളിലേക്ക് നമുക്ക് നൂല് ചുറ്റാൻ വേണ്ടിയിട്ടുള്ള നൂലെടുക്കാം. ബോബിൻ കേസിലേക്ക് നൂലിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് നൂലിട്ട് കൊടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ഈ ഒരു നൂല് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കൊടുക്കണം. ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കൊടുക്കണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഈ നൂലിട്ടു ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ ഇവിടെ ചുറ്റി കൊടുക്കുക. ഇനി നമുക്കിത് ചുറ്റുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഈ ഒരു നൂല് ഇങ്ങനെ നമ്മളിങ്ങനെ ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്കിത് നൂല് ചുറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. വേണ്ടിയിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഇത് ചവിട്ടി ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇത് ചവിട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് കറക്റ്റ് എല്ലാ ഭാഗത്തും കിട്ടും. നമുക്കിത് അയച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ നൂല് ഇങ്ങനെ ക്രോസിൽ അയച്ചെടുക്കുക. എന്നിട്ട് ഇതും കൂടെ അയച്ചെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ച നൂലുണ്ടല്ലോ അത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അതിന് പോകാത്ത രീതിയിലൊന്ന് വലിച്ചിങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമുക്ക് ബോബിൻ കേസ് ഇടണം. ബോബിൻ കേസ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബോബിൻ കേസ് ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കണം. ഇതാണ് ബോബിൻ കേസിൻ്റെ കറക്റ്റ്. ഇത്രയാണ് നൂലിടുന്ന ഓപ്ഷൻ വരുന്നത്. നമുക്കിതൊന്ന് അടിച്ച് നോക്കാം. ബോബിൻ കേസിൻ്റെ നൂലിട്ട് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ഒരു ടോപ്പ് ഇട്ട് ഇങ്ങനെ കൊടുക്കണം. ടോപ്പ് ഇട്ടു. എന്നിട്ട് ഇവിടെ ഇതുണ്ടല്ലോ ഇതിങ്ങനെ താത്തി കൊടുക്കാം. അപ്പം ഇവിടെ ഇങ്ങനെ താണിട്ടാണ് ഉണ്ടാവുക. ഇവിടെയാണല്ലോ നമ്മൾ ബോബിൻ കേസ് ഇടാൻ വേണ്ടി നീക്കുക. അപ്പോൾ ഇതിങ്ങനെ നീക്കി കൊടുക്കണം. ഇത് നീക്കിയാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് പോവുള്ളൂ. ഇത് ഇങ്ങനത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിത് ഒന്ന് അടിച്ച് നോക്കാം. ഇതിൻ്റെ സ്റ്റിച്ച് നമ്മളിതിങ്ങനെ ഇതെടുത്തിട്ട് നമുക്കിവിടെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ബ്ലൂ കളറിൽ വരുന്ന സ്റ്റിച്ചാണ് നമ്മൾ ഇപ്പോൾ അടിച്ചത്. നല്ല കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സ്റ്റിച്ചായിട്ടാണ് കിട്ടിയത് നമുക്ക്.